ഇറാന്റെ ഔദ്യോഗിക വാർത്താ മാധ്യമമായ IRIBയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും എന്നാൽ പൂർണ്ണമായും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ ഒരു സാങ്കേതിക പിഴവിനെ ആഗോളതലത്തിൽ വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ പാശ്ചാത്യ സാമ്രാജ്യ ശക്തികൾ നടത്തുന്ന ഗൂഢശ്രമങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെ ഒറ്റപ്പെടുത്താനും രാജ്യത്തിന്റെ തദ്ദേശീയമായ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങളെ ലോകത്തിന് മുന്നിൽ ഭീതിജനകമായി ചിത്രീകരിക്കാനും വർഷങ്ങളായി കാത്തിരിക്കുന്ന അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടുന്ന സഖ്യത്തിന് വീണു കിട്ടിയ ഒരു കച്ചിത്തുരുമ്പായിട്ടാണ് ഈ സാഹചര്യം മാറിയിരിക്കുന്നത്. 2026 ജൂൺ ആദ്യ വാരത്തിൽ ടെഹ്റാനിലെ IRIB ആസ്ഥാനത്ത് നിന്ന് പതിവ് പോലെ തത്സമയ വാർത്താ പ്രക്ഷേപണം പുരോഗമിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ഇസ്രായേൽ നടത്തുന്ന സയനിസ്റ്റ് കടന്നുകയറ്റങ്ങളെക്കുറിച്ചും അതിനെതിരെ ഇറാൻ ഉയർത്തിയ ശക്തമായ പ്രതിരോധത്തെക്കുറിച്ചുമുള്ള വാർത്തകൾ അവതാരകൻ വായിക്കുന്നതിനിടയിലാണ് അണിയറയിലെ ഗ്രാഫിക്സ് വിഭാഗത്തിന് തികച്ചും അപ്രതീക്ഷിതമായ ഒരു സാങ്കേതിക പിഴവ് സംഭവിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, ചരിത്ര ഡോക്യുമെന്ററിക്ക് വേണ്ടി അണിയറയിൽ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരു ആണവ സ്ഫോടനത്തിന്റെ ത്രിമാന ദൃശ്യം ഡിജിറ്റൽ സ്വിച്ചിംഗ് പാനലിലെ ഒരു ചെറിയ എഡിറ്റിംഗ് അബദ്ധം മൂലം ഏതാനും നിമിഷങ്ങൾ പ്രധാന സ്ക്രീനിൽ തെളിയുകയായിരുന്നു. ഒരു നഗരത്തിനു മുകളിൽ കണ്ണു ചീമുന്ന പ്രകാശവും അതിനെ തുടർന്നുയർന്ന പുകപടലങ്ങളും അടങ്ങിയ ആ ദൃശ്യം വാർത്തയുമായി യാതൊരു ബന്ധമില്ലാത്ത ഒന്നായിരുന്നുവെന്ന് സാങ്കേതിക വിദ്യയെക്കുറിച്ച് ധാരണയുള്ള ആർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വസ്തുതകൾ അന്വേഷിക്കാനോ ഔദ്യോഗിക വിശദീകരണത്തിന് കാത്തുനിൽക്കാനോ തയ്യാറാകാതെ ഇറാന്റെ ശത്രുക്കൾ ഈ ദൃശ്യത്തെ മിനിറ്റുകൾക്കകം സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ആഗോള ഭീഷണിയാക്കി മാറ്റാൻ കഠിനമായി ശ്രമിച്ചു. ഈ ദൃശ്യം പുറത്തു വന്ന ഉടൻ തന്നെ അന്താരാഷ്ട്ര തലത്തിലും സോഷ്യൽ മീഡിയയിലും വലിയ തോതിൽ ഊഹാപോഹങ്ങൾ പ്രചരിച്ചു. പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് അതിൽ ഇത്രയധികം ചർച്ചയായത്. ഇറാന്റെ ആണവമോഹങ്ങൾ. ഇറാൻ രഹസ്യമായി ആണവായുധം നിർമ്മിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ആണവ പരീക്ഷണം നടത്താൻ ഒരുങ്ങുകയാണോ എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് ഇത് വഴിമരുന്നിട്ടു. രണ്ടാമത്തേത് ഹാക്കിംഗ് ഭീതിയായിരുന്നു. ഇറാന്റെ ഔദ്യോഗിക ചാനലുകൾ മുൻപും ഭരണകൂടം വിരുദ്ധ ഹാക്കർമാർ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഇതും ഏതെങ്കിലും ഒരു വിദേശ ഏജൻസിയോ ഹാക്കർമാരോ നടത്തിയതാണോ എന്ന സംശയവും പലരും ഉന്നയിച്ചു. വിവാദം കൊഴുത്തതോടെ വിശദീകരണവുമായി IRIB രംഗത്തെത്തി. അവകാശവാദങ്ങളെല്ലാം നിഷേധിച്ച് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതൊരു എഡിറ്റിംഗ് പിഴവ്, അതായത് എഡിറ്റിംഗ് എറർ മാത്രമാണ്, വാർത്താ വിഭാഗത്തിന് സംഭവിച്ച സാങ്കേതിക പിഴവ്. ചാനൽ ആരും ഹാക്ക് ചെയ്തിട്ടില്ല, പുറത്തുവരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. ഈ സാങ്കേതിക വീഴ്ച സംഭവിച്ച ഉടൻ തന്നെ ഇറാന്റെ ഔദ്യോഗിക ഭരണകൂട മാധ്യമമായ IRIB അങ്ങേയറ്റം സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ ലോകത്തോട് വിശദീകരിക്കാൻ തയ്യാറായി എന്നത് അവരുടെ സത്യസന്ധത വെളിവാക്കുന്നു. ഇത് ജീവനക്കാർക്ക് സംഭവിച്ച കേവലം സാങ്കേതിക എഡിറ്റിംഗ് പിഴവ് മാത്രമാണ് എന്നും വാർത്താ പ്രക്ഷേപണത്തിനിടയിൽ ഇത്തരം അബദ്ധങ്ങൾ ലോകത്തെ ഏതു വലിയ മാധ്യമ ശൃംഖലയ്ക്കും സംഭവിക്കാറുണ്ട് എന്നും അവർ ചൂണ്ടിക്കാണിച്ചു. തങ്ങളുടെ ആഭ്യന്തര ഡിജിറ്റൽ സംവിധാനങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണ് എന്നും ചാനൽ ശത്രുരാജ്യങ്ങളാൽ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഭാവനാ സൃഷ്ടി മാത്രമാണ് എന്നും IRIB വക്താക്കൾ കൃത്യമായ തെളിവുകളോടെ വ്യക്തമാക്കി. എന്നിട്ടും ഇറാന്റെ ഈ സുതാര്യ നിലപാടിനെ അംഗീകരിക്കാൻ അമേരിക്കയിലെയും യൂറോപ്പിലെയും വൻകിട മാധ്യമ ഭീമന്മാർ തയ്യാറായിട്ടില്ല. അവർ ഈ ദൃശ്യത്തെ ഇറാന്റെ ആണവ മോഹങ്ങളുമായും രഹസ്യ പരീക്ഷണങ്ങളുമായും ബന്ധിപ്പിച്ച് വലിയ രീതിയിലുള്ള വ്യാജ വാർത്തകൾ ചമയ്ക്കാനാണ് തുടർന്നുള്ള മണിക്കൂറുകളിൽ തങ്ങളുടെ സമയം ചിലവഴിച്ചത്. ചാനൽ ഇതൊരു സാധാരണ തെറ്റായി തള്ളിക്കളഞ്ഞെങ്കിലും നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യം കാരണം പാശ്ചാത്യ ലോകരാജ്യങ്ങൾ ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇറാനും അമേരിക്കയും ഇസ്രായേലുമായി നിലനിൽക്കുന്ന ബന്ധം ഏറ്റവും വഷളായ ഒരു സമയമാണിത്. ഇറാന്റെ ആണവ പദ്ധതികളെ നിയന്ത്രിക്കാനുള്ള അന്താരാഷ്ട്ര കരാറുകൾ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ ഇത്തരമൊരു ദൃശ്യം ചാനലിൽ വരുന്നത് വെറുമൊരു അബദ്ധമായി കാണാൻ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ശത്രു രാജ്യങ്ങൾ തയ്യാറല്ല. ഇതൊരു മറഞ്ഞിരിക്കുന്ന സന്ദേശമാണോ എന്ന് പോലും ചില പ്രതിരോധ വിദഗ്ധർ സംശയിക്കുന്നു. ചുരുക്കത്തിൽ, ചാനലിന് പറ്റിയ ഒരു സാങ്കേതിക പിഴവ് നിലവിലെ യുദ്ധപ്രതീതിക്കുള്ള അന്തരീക്ഷം കാരണം വലിയൊരു അന്താരാഷ്ട്ര ചർച്ചാ വിഷയമായി മാറുകയാണ്. മിഡിൽ ഈസ്റ്റിൽ വർഷങ്ങളായി യുദ്ധവും അസ്ഥിരതയും നിലനിർത്താൻ ആഗ്രഹിക്കുന്ന സയനിസ്റ്റ് ശക്തികളുടെ കൃത്യമായ അജണ്ടയാണ് ഈ മാധ്യമ വേട്ടയ്ക്ക് പിന്നിലുള്ളത് എന്നത് വളരെ വ്യക്തമാണ്. തങ്ങളുടെ പ്രതിരോധ ശേഷിയെയും ആഭ്യന്തര സുരക്ഷയെയും ഭയക്കുന്ന പാശ്ചാത്യ ശക്തികൾ ഇറാന്റെ സമാധാനപരമായ ആണവ പദ്ധതികളെ ലോകത്തിനു മുന്നിൽ അനാവശ്യമായി ഭീതിജനകമായി ചിത്രീകരിക്കാൻ ഇത്തരം ചെറിയ വീഴ്ചകളെ പോലും ആയുധമാക്കുകയാണ് ചെയ്യുന്നത്. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ച് രാജ്യത്തിന്റെ ഊർജ്ജ വികസനത്തിനും ആവശ്യങ്ങൾക്കും മെഡിക്കൽ മേഖലയിലെ ഗവേഷണങ്ങൾക്കും വേണ്ടി മാത്രം നടത്തുന്ന ഇറാന്റെ ആണവ പ്രോഗ്രാമുകളെ തകർക്കാൻ പതിറ്റാണ്ടുകളായി ഉപരോധങ്ങളിലൂടെയും സൈബർ ആക്രമണങ്ങളിലൂടെയും ശ്രമിക്കുന്ന അമേരിക്കൻ സഖ്യത്തിന്റെ ഇരട്ടത്താപ്പാണ് ഈ പുതിയ മാധ്യമ കോലാഹലങ്ങളിലൂടെ വീണ്ടും വ്യക്തമാകുന്നത്. ഇറാന്റെ പരമാധികാരത്തെയും സൈനിക കരുത്തിനെയും നേരിട്ട യുദ്ധക്കളത്തിൽ നേരിടാൻ ധൈര്യമില്ലാത്ത ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഭീതി പരത്തി തങ്ങളുടെ സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് നോക്കുന്നത്.
സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്ന ഇറാന്റെ ആണവ നിലയങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ കൃത്യമായ നിരീക്ഷണത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് ടെലിവിഷൻ സ്ക്രീനിലെ ഒരു ഗ്രാഫിക് ദൃശ്യത്തെ ചൊല്ലി ഇത്രയും വലിയ പുകിലുണ്ടാകുന്നത്. പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഉയർത്തുന്ന സമാധാനപരമായ നിലപാടുകളുടെയും പ്രാദേശിക സുസ്ഥിരതയെയും ദുർബലപ്പെടുത്താൻ ഇത്തരം അടിസ്ഥാനരഹിതമായ കുപ്രചരണങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല എന്ന് പ്രതിരോധ വിദഗ്ധർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശ ശ്രമങ്ങളെ ചെറുക്കാനും ഇറാൻ കാണിക്കുന്ന ആർജവത്തെ ദുർബലപ്പെടുത്താൻ ഈ മാധ്യമ നാടകങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല. സാങ്കേതിക മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം സ്വാഭാവികമായ പിഴവുകളെ പർവ്വതീകരിച്ചു കാണിച്ച് ഇറാന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ കുടില തന്ത്രങ്ങൾ ഒരിക്കൽ കൂടി ആഗോള ജനതയ്ക്ക് മുന്നിൽ പൂർണ്ണമായും തുറന്നു കാണിക്കുകയാണ്. സ്വന്തം രാജ്യങ്ങളിൽ നടക്കുന്ന വലിയ സുരക്ഷാ വീഴ്ചകളിൽ നിന്നും സാമ്പത്തിക തകർച്ചകളിൽ നിന്നും തങ്ങളുടെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ അമേരിക്കയും സഖ്യകക്ഷികളും ഇപ്പോഴും ഇറാന്റെ പേര് ഒരു ഭീഷണിയായി ഉയർത്തി കാണിക്കാറുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് IRIB ചാനലിലെ ഈ ദൃശ്യത്തെ ചൊല്ലി അവരുണ്ടാക്കിയ കൃത്രിമമായ പരിഭ്രാന്തി. ഇറാൻ ജനത തങ്ങളുടെ സമാധാനപരമായ ആണവ ആവശ്യങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നും വിദേശ ശക്തികളുടെ ഒരു തരത്തിലുമുള്ള മാധ്യമ സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും രാജ്യം വഴങ്ങില്ല എന്നും ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വം വ്യക്തമായ ഭാഷയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളുടെ സൈനിക ഭീഷണികളെയും സാമ്പത്തിക ഉപരോധങ്ങളെയും അതിജീവിച്ച് സ്വയം പര്യാപ്തത കൈവരിച്ച ഒരു ജനതയെ വെറുമൊരു ടെലിവിഷൻ സ്ക്രീനിലെ സാങ്കേതിക അബദ്ധത്തിന്റെ പേരിൽ തളർത്താമെന്ന് വിചാരിക്കുന്നത് പാശ്ചാത്യ ലോകത്തിന്റെ മൂഢസ്വർഗമാണ് എന്ന് ഈ സംഭവം തെളിയിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചും വാചാലരാകുന്നവർ എങ്ങനെയാണ് ഒരു സാധാരണ പിഴവിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തും. പ്രാദേശികമായ സമാധാനവും സുരക്ഷയും തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ ബാഹ്യ ഇടപെടലുകളെയും രാജ്യം ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും വ്യാജ പ്രചാരണങ്ങളെ അതിജീവിച്ച ഇസ്ലാമിക റിപ്പബ്ലിക് അതിന്റെ വികസന പാതയിൽ കൂടുതൽ ശക്തമായി മുന്നേറുമെന്നും ഈ സംഭവത്തോടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇറാൻ.